ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സ്ഥാപിത നയമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയ്ക്കെതിരായ ഭീകരാക്രമണത്തിന് ശക്തവും ധീരവുമായി മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്നും പ്രധാനമന്ത്രി. അതിർത്തി മേഖലയിൽ നിന്നും സൈനികരെ കുറയ്ക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ പരിഗണിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി. ജമ്മുവിൽ അതിർത്തിക്ക് പുറത്തുള്ള ജില്ലകളിലെയും കശ്മീർ ഡിവിഷനുകളിലെയും സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ വീണ്ടും തുറക്കും. പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം. നിർത്തിവച്ച IPL മത്സരങ്ങൾ ഈ മാസം 17-ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായാണ് നിർത്തിവച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന്റെ ആദ്യ 3 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാന് പ്രതീക്ഷിച്ചതിലും വലിയ നാശനഷ്ടം നേരിടേണ്ടി വന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാൻ ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. പാകിസ്ഥാൻ സൈന്യം മെയ് 10-ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് DGMOയെ സമീപിച്ചെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ എല്ലാ ഭീകരപ്രവർത്തനങ്ങളും സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകി. ഇതോടെയാണ് പാക് ഭീകരർക്കും സൈനിക കേന്ദ്രങ്ങൾക്കും എതിരായ പ്രത്യാക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ऑपरेशन सिंदूर न्याय की अखंड प्रतिज्ञा है. पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा. भारत की सेनाओं ने पाकिस्तान में आतंक के ठिकानों पर, उनके ट्रेनिंग सेंटर्स पर सटीक प्रहार किया. आतंकियों ने सपने में भी नहीं सोचा था कि भारत इतना बड़ा फैसला ले सकता है. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇന്ത്യയുടെ സ്ഥാപിത നയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇന്ത്യയ്ക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും ശക്തവും ദൃഢവുമായ മറുപടി നൽകും. ആണവ ഭീഷണിയിലും വിലപേശലും വെച്ചുപൊറുപ്പിക്കില്ല. ഭീകരരെ പോലെ തന്നെ ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും നേരിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पहला, भारत पर आतंकी हमला हुआ तो मुंह तोड़ जवाब दिया जाएगा. हम अपने तरीके से अपनी शर्तों पर जवाब देकर रहेंगे. दूसरा, कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. तीसरा, हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे. ഭീകരതയും ചർച്ചകളും ഒന്നിച്ചു പോകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्यूपाइड कश्मीर POK उस पर ही होगी. मानवता, शांति और समृद्धि की तरफ बढ़े, हर भारतीय शांति से जी सके, विकसित भारत के सपने को पूरा कर सके, इसके लिए भारत का शक्तिशाली होना बहुत जरूरी है. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി രാജ്യത്തിന്റെ ഐക്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हर प्रकार के आतंकवाद के खिलाफ हम सभी का एकजुट रहना, हमारी एकता हमारी सबसे बड़ी शक्ति है. निश्चित तौर पर ये युग युद्ध का नहीं है, लेकिन ये युग आतंकवाद का भी नहीं है. टेररिज्म के खिलाफ जीरो टॉलरेंस, ये एक बेहतर दुनिया की गारंटी है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ ഇന്ന് രാവിലെ 8:30-ന് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യും.
ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധീരതയെ അഭിവാദ്യം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതൃകാപരമായ നേതൃത്വത്തിന് ശ്രീ അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിൽ അഭിനന്ദനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രചോദനാത്മകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രിയും ബിജെപി അധ്യക്ഷനുമായ ജെ പി നദ്ദ. പാകിസ്ഥാനും ഭീകരതയ്ക്കുമെതിരായ രാജ്യത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് ഇത് പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിർത്തി മേഖലയിൽ നിന്നും സൈനികരെ കുറയ്ക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ പരിഗണിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി. ഇരുപക്ഷവും തമ്മിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഡിജിഎംഒ തല ചർച്ചയിലാണ് തീരുമാനം. ഇരുപക്ഷവും വെടിയുതിർക്കുകയോ പരസ്പരം പ്രകോപനപരമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യരുതെന്ന വാഗ്ദാനം തുടരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തിന്റെ അതിർത്തിയിൽ നിലവിൽ സ്ഥിതി ശാന്തമെന്ന് സൈന്യം. ശത്രു ഡ്രോണുകൾ അതിർത്തിയിൽ ഇല്ലെന്നും സൈന്യം അറിയിച്ചു. ജമ്മുവിലെ അതിർത്തിക്ക് പുറത്തുള്ള ജില്ലകളിലെയും കശ്മീർ ഡിവിഷനുകളിലെയും സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ വീണ്ടും തുറക്കാൻ ജമ്മു കശ്മീർ സർക്കാർ തീരുമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രി സക്കീന ഇറ്റു സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ അതിർത്തി പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നത് തുടരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്നു മുതൽ 11 ദിവസം ബിജെപി തിരംഗ യാത്ര സംഘടിപ്പിക്കും. ഈ മാസം 23 വരെ നീണ്ടുനിൽക്കുന്ന യാത്രയിൽ സാമൂഹിക പ്രവർത്തകർ, മുൻ സൈനികർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര ബന്ധം ഉയർത്തിക്കാട്ടി ഇടപെട്ടെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. മെയ് 9-ന് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചകളിൽ വ്യാപാരത്തെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. രണ്ടാം വട്ടം അധികാരമേറ്റതിനു ശേഷമുള്ള പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് റിയാദിലെത്തും. ഖത്തർ, UAE എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിക്കും. റിയാദിലെത്തുന്ന ട്രംപ് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാസയിൽ ഹമാസിന്റെ തടവിലായിരുന്ന അവസാന അമേരിക്കൻ ബന്ദി ഏദൻ അലക്സാണ്ടറെ മോചിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇസ്രായേലി അമേരിക്കൻ പൌരനായ ഏദൻ ഗാസ അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടെ 2023 ഒക്ടോബർ 7-നാണ് ഹമാസിന്റെ പിടിയിലായത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യൻ സന്ദർശനത്തിനെത്തുന്ന സാഹചര്യത്തിലാണ് ഹമാസ് നടപടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് വിരമിക്കും. പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് നാളെ ചുമതലയേൽക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ച IPL മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കുമെന്ന് BCCI. 17-ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. അതേസമയം മൊഹാലിയിലും ധരംശാലയിലും മത്സരമുണ്ടായിരിക്കില്ല. തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ന് ബാങ്കോക്കിൽ ആരംഭിക്കും. ഇന്ത്യൻ താരങ്ങളായ ആയുഷ് ഷെട്ടി, ഉന്നതി ഹൂഡ, ലക്ഷ്യ സെൻ എന്നിവർ മാറ്റുരയ്ക്കും. +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം. പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവേശന നടപടികൾ. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. 24-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 4-ന് തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നട തുറന്ന് ദീപം തെളിയിക്കും. നാളെ പ്രത്യേക പൂജകളൊന്നും ഉണ്ടായിരിക്കില്ല. വെയിലത്ത് ജോലി ചെയ്യുന്നവർക്കായി ഈ മാസം 10 വരെ ഏർപ്പെടുത്തിയിരുന്ന സമയക്രമീകരണം 30 വരെ നീട്ടിയതായി തൊഴിൽ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമം, രാവിലെ 7-നും വൈകിട്ട് 7-നുമിടയ്ക്ക് 8 മണിക്കൂർ ജോലി എന്നിങ്ങനെയാണ് സമയക്രമം. നാളെ വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനും 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും നാളെ എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സ്ഥാപിത നയമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഇന്ത്യയ്ക്കെതിരായ ഭീകരാക്രമണത്തിന് ശക്തവും ധീരവുമായി മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ലെന്നും പ്രധാനമന്ത്രി. അതിർത്തി മേഖലയിൽ നിന്നും സൈനികരെ കുറയ്ക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ പരിഗണിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി. ജമ്മുവിൽ അതിർത്തിക്ക് പുറത്തുള്ള ജില്ലകളിലെയും കശ്മീർ ഡിവിഷനുകളിലെയും സ്കൂളുകളും കോളേജുകളും ഇന്നു മുതൽ വീണ്ടും തുറക്കും. +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ സമർപ്പിക്കാം. നിർത്തിവച്ച IPL മത്സരങ്ങൾ ഈ മാസം 17 മുതൽ പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.